ഇദ്ദേഹം ഒരു കച്ചവട പരിപാടിയായിട്ടാണ് വന്നത്. നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷൻ പണം സ്വീകരിക്കാനോ വേറെ ഒന്നിനും തയ്യാറല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആരംഭിച്ചത്. നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷനിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് മാസങ്ങളോളമായി. എനിക്ക് അതിൻ്റെ ഒരു ബോർഡ് മീറ്റിങ്ങിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ പരിപൂർണമായിട്ട് രാജി സമർപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇതിനൊന്നും യാതൊരു ഉത്തരവാദിയല്ല. അതിൽ നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷൻ ആരുടെയും പൈസ മേടിച്ചിട്ടില്ല. 6-7 വർഷത്തിന് മുമ്പ് ലാലി വിൻസെൻ്റാണ് ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. വലിയ സമ്മേളനങ്ങളിൽ ഇയാൾ വിളിക്കും, മന്ത്രിമാർ ഉണ്ടാവും, ഞാനുണ്ടാവും, അല്ലെങ്കിൽ MP-മാരുണ്ടാവും എന്നല്ലാതെ ഞാനിതിനെ പ്രചോദനം ചെയ്യുന്ന രീതിയിൽ യാതൊരു കാര്യം ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എൻ ജി ഒസ് കോൺഫെഡറേഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണലാണെങ്കിലും നമ്മൾ 1 രൂപ മേടിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ബാനറിൽ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അയാളുടെ 4 കമ്പനി, പ്രൈവറ്റ് കമ്പനികളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത സാമ്പത്തിക ഡീലിങ്സ് എല്ലാം. അല്ലാണ്ട് വേറെ ഒരു സാമ്പത്തിക ഇടപാടോ വേറെ മറ്റൊരു കാര്യങ്ങളോ നമുക്ക് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കും ബന്ധമില്ല, നാഷണൽ എൻ ജി ഒസിനും യഥാർത്ഥത്തിൽ ബന്ധമില്ല. താങ്കൾ ഈ മുഖ്യമന്ത്രി അടക്കം കാണുന്നതിലെല്ലാം താങ്കൾ ആദ്യഘട്ടത്തിൽ സഹായിച്ച് നൽകി? അല്ല, സഹായിച്ചല്ല, അത് നമ്മുടെ സായി ട്രസ്റ്റിൻ്റെ ചില പരിപാടിയിൽ ഇയാൾ കയറി വരികയാണ്. അല്ലാണ്ട് നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നില്ല അത്.